സിറിയയിൽ അസദ് സർക്കാർ താഴെ വീണു. പിന്തുണച്ച് കൂടെ നിന്ന ഹമാസും ഹിസ്ബുള്ളയും പ്രതിരോധത്തിലാണ്. ഇറാൻ ഇനി എന്തു ചെയ്യും? സയനിസത്തിനെതിരായ യുദ്ധത്തിൽ നിന്ന് പതുക്കെ പിന്മാറുമോ, അതോ അതിശക്തിയായി തിരിച്ചടിക്കുമോ? ഇറാനിൽ ചില നിർണായക നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തെ അണുവായുധശാലകൾക്ക് അനക്കം വെച്ച് തുടങ്ങിയിരിക്കുന്നു. അത്തരം എന്തെങ്കിലും നീക്കമുണ്ടായാൽ നേരിടാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പടിഞ്ഞാറൻ ഏഷ്യയിൽ ഇറാൻ ഉണ്ടായിരുന്ന മേൽക്കൈ അസദ് ഭരണകൂടം താഴെ വീണതോടെ നഷ്ടമായി. പശ്ചിമേഷ്യയിൽ ഹമാസിനെയും ഹിസ്ബുള്ളയെയും മുന്നിൽ നിർത്തി ഇസ്രായേലിനെതിരെ നടത്തുന്ന പോരാട്ടത്തിൽ കനത്ത നഷ്ടങ്ങളാണ് നേരിടേണ്ടി വന്നത്. അതുകൊണ്ടിനി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിനാകും ഇറാൻ കോപ്പുകൂട്ടുന്നത്. നിലവിൽ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇറാന്റെ പക്കലുണ്ട്. ആഴ്ചകൾ കൊണ്ട് തന്നെ ആയുധങ്ങൾ യുദ്ധസജ്ജരാക്കാൻ ഇറാൻ പ്രാപ്തരാണ്. പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി ഉത്തരവിട്ടാലുടൻ ആണവായുധ കേന്ദ്രങ്ങൾ ചലിച്ചു തുടങ്ങും. എന്നാൽ ഇസ്രായേലുമായുള്ള സംഘർഷത്തെ തുടർന്ന് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നു. അസംസ്കൃത വസ്തുക്കൾ എത്തിക്കുന്നതുൾപ്പെടെ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ അതൊന്നും അണുവായുധ നിർമ്മാണത്തെ തടുക്കാൻ പ്രാപ്തമായിരുന്നില്ല. അതേസമയം ഇറാനെ അങ്ങോട്ട് ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറെടുപ്പ് തുടങ്ങിയെന്നാണ് വിവരം. ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും ഇതേക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ അണുവായുധം നിർമ്മിക്കുന്നത് തടയണമെന്നും താൻ പ്രസിഡന്റായി ചുമതലയേൽക്കാനിരിക്കെ ആക്രമണത്തിന് മുതിരാൻ ഇറാനെ അനുവദിക്കരുതെന്നും ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞുവത്രേ. മാസങ്ങൾക്ക് മുമ്പ് ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയിട്ട സമയത്ത് ആണവ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും ഒഴിവാക്കണമെന്ന് ബൈഡൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ആണവ കേന്ദ്രങ്ങളെ തന്നെ ലക്ഷ്യം വെക്കാനാണ് ട്രംപ് നെതന്യാഹുവിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭൂമിക്കടിയിൽ പ്രവർത്തിക്കുന്ന ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ ഇസ്രായേലിനാവില്ല. എന്നാൽ ഇവയെ തകർക്കാൻ കഴിയുന്ന GBU-57 എന്ന മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ മിസൈലും അവയെ വഹിക്കാൻ കഴിയുന്ന B-2 സ്റ്റെൽത്ത് ബോംബറും US എയർഫോഴ്സിനുണ്ട്. അതായത് അമേരിക്ക സഹായിച്ചാൽ ഇറാന്റെ നീക്കത്തെ ചെറുക്കാൻ ഇസ്രായേലിന് കഴിയും.